ഏകദേശം ധാരണ. സുദേവിനെയും നാസറിനെയും ഒക്കെ അറിയാമായിരുന്നു അല്ലേ അബ്ദുൾ റസാഖിന്? എൻ്റെ വീടിൻ്റെ 10-20 മീറ്റർ മാറിയ ഉള്ള വീടുകളല്ലേ സാറേ. അപ്പം നമുക്ക് അവരെ അറിയാതിരിക്കില്ലല്ലോ. പിന്നെ സുദേവനും ഒരു ദിവസം ഞാൻ എങ്ങോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്ത് ഇറങ്ങിയാൽ കാണുന്ന ആൾക്കാരാണ് സുദേവൻ്റെ വീട്, നാസറിൻ്റെ വീട്, മൊയ്തീൻകുട്ടിക്കാരൻ്റെ വീട്, അല്ലെങ്കിൽ ഈ പാത്തുമ്മ, ഷനീർ ഇവരെ വീട്, അംസയുടെ വീട്. ഇതെല്ലാം നമ്മൾ നിരന്തരം ഓരോ മണിക്കൂറിലും പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ കാണുന്ന വീടുകളാണ്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് പരസ്പരം അറിയാതിരിക്കില്ലല്ലോ. അതുമാത്രമല്ല, ഈ നാസറിൻ്റെ പിന്നെ മക്കൾ 3 മക്കളും എൻ്റെ മോനും ഭയങ്കര സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ മാസമാണ് അതിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞത്. ആ കല്യാണത്തിന് വേണ്ടി എൻ്റെ മകൻ പിന്നെ ലീവ് എടുത്ത് ഇവിടെ വന്നിരുന്നു 1 മാസത്തേക്ക്. അപ്പോൾ കഴിഞ്ഞ 10-15 ദിവസം മുമ്പാണ് തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ ഊക്ക് കൊണ്ടാണ് അവരെ ജോലി ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് പോകുന്നത്. അപ്പോൾ അത്രയും അടുത്ത് അറിയുന്ന കുടുംബങ്ങളുമാണ് എല്ലാം. നമ്മൾ മറികടക്കും അബ്ദുൾ റസാഖ്. നാടൊരുമിച്ചുണ്ട്. അല്ല, തീർച്ചയായും മറികടന്നല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ജീവിക്കുന്നു. അതിനുള്ള സാഹചര്യം എല്ലാവരും ഉണ്ടാവണം. എല്ലാം ഒരുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളങ്ങനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പോയവർ പോയി. ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റും. തീർച്ചയായിട്ടും ഈ നാട് മുഴുവനുണ്ട്. അബ്ദുൾ റസാഖിൻ്റെ വാക്ക് കേൾക്കുന്നുണ്ട് ഈ നാട്ടിലിരിക്കുന്നവർ. ഞാൻ അധികം അബ്ദുൾ റസാഖിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം എനിക്കറിയാം ആ സമയത്ത് അബ്ദുൾ റസാഖ് സംസാരിച്ചതും അതിൻ്റെ തീവ്രതയും. ആ വിളി കേട്ടിട്ടാണ് ഞാൻ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററോട് ലൈവിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ സ്ഥലം നോട്ട് ചെയ്യുന്നതും ആ സ്പോട്ടുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു. അത് വലിയൊരു രക്ഷാദൗത്യത്തിന് സഹായിച്ചു അത് ആ ഘട്ടത്തിൽ. എന്തായാലും എന്താ പറയേണ്ടത് എനിക്കറിയില്ലെങ്കിലും നമ്മളൊക്കെ അതിജീവിക്കുമെന്ന് തന്നെ കരുതുക. കൂടെയുള്ള ഒട്ടേറെ മനുഷ്യരില്ലേ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കാം. എന്തായാലും കുറച്ച് ദിവസം കൂടി നിങ്ങളവിടെ മേപ്പാടി തന്നെ കഴിയണം. അതിനുശേഷം വീട്ടിലേക്ക് പോകാം. ബെയിലിപ്പാലം നിർമ്മിച്ചു. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ അബ്ദുൾ റസാഖിൻ്റെ വീടിൻ്റെ പരിസരത്തേക്കൊക്കെ പോയിട്ടുണ്ട്. വലിയ കേടുപാടുകളില്ലെങ്കിൽ നമുക്ക് ആ വീടൊക്കെ ശരിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ചാനലടക്കം പുനരധിവാസത്തിന് സ്ഥലങ്ങളും വീടുകളും ഒക്കെ നൽകും. നമുക്കെന്തായാലും അത് തിരിച്ചു പിടിക്കാം അബ്ദുൾ റസാഖ്. എന്തായാലും മകനിങ്ങി വന്നോ? മകൻ ഈ വിവരം പറഞ്ഞിട്ട് വിളിച്ചോ അബ്ദുൾ റസാഖിനെ? തീർച്ചയായിട്ടും. പക്ഷേ ആ പരിസരത്തിന് ഇന്നലെ വിളിച്ചിരുന്നു, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇന്നലെ വിളിച്ച് വിശദമായിട്ട് സംസാരിച്ചു. നമുക്ക് കയറി വരാൻ ഒരു സ്ഥലമില്ലെങ്കിൽ ഞങ്ങൾ ജീവനോട് ഇരിപ്പുണ്ടല്ലോ ബാക്കിയുള്ള ആളുകളൊക്കെ. എൻ്റെ പിന്നെ അനിയൻ്റെ വീട് അതേപോലെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അവൻ ഇന്നലെ ഗൾഫിൽ നിന്ന് തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതേപോലെ കുടുംബങ്ങളിൽ നിന്ന് അംഗങ്ങൾ നഷ്ടപ്പെട്ട പല ആളുകളും ഗൾഫിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. താങ്ക് യു അബ്ദുൾ റസാഖ്. നമുക്ക് നേരിട്ട് കാണാം എപ്പോഴെങ്കിലും. അബ്ദുൾ റസാഖിൻ്റെ ആ വിളി ഞങ്ങൾ മറക്കില്ല. താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നീട് പ്രത്യേകിച്ചും ഒരു കാര്യം പറയാനുള്ളത്, നിസ്സഹായരായ ഒരുപാട് ആളുകളുടെ വളരെ നിസ്സഹായ അവസ്ഥയാണ് ഞാനന്ന് റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞത്. ആ നിസ്സഹായരായ ആൾക്കാരെ സഹായിക്കാൻ റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും രൂപത്തിൽ അതൊരു കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നിസ്സഹായരായ എല്ലാ നാട്ടുകാർക്കും വേണ്ടി ഞങ്ങളുടെ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. അത് വേണ്ട അബ്ദുൾ റസാഖ്. കാരണം അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യം. അത് തീർച്ചയായിട്ടും ഞങ്ങളാണ് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതും ഞങ്ങളാണ് കൂടെ നിൽക്കേണ്ടതും. അബ്ദുൾ റസാഖ് അപ്പോൾ വിളിച്ച വിളി, നൂറുദ്ദീൻ വിളിച്ച വിളിയൊക്കെ ഞങ്ങളുടെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. അത് മിനിസ്റ്റർ നേരിട്ട് കേട്ടു, എല്ലാവരും കേട്ടു, കേരളം മുഴുവൻ കേട്ട വിളിയാണ്. താങ്ക് യു അബ്ദുൾ റസാഖ്. ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളുമൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുക. മകൻ വരും. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നന്നായി നടക്കട്ടെ. താങ്ക് യു.